എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നിട്ടുള്ളവരുടെ കാര്യം എനിക്കറിയാം. ഈ വർക്ക് വിസയിൽ വന്ന് പറ്റിക്കപ്പെട്ടവരുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു 10-40 വയസ്സുള്ള ഒരാൾ കരയുന്ന കണ്ടിട്ടുണ്ടോ? ബട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വന്ന് പറ്റിക്കപ്പെട്ടില്ല ഒരാൾ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞത്, എടാ കടം താങ്ങാൻ വയ്യടാ മോനെ, കടം താങ്ങാൻ വയ്യ, എല്ലാ ദിവസവും വട്ടിപ്പലിശക്കാരന്മാർ എന്നെ ഡെയിലി വിളിക്കുവാണ് എന്നാണ് ആ പുള്ളിക്കാരൻ പറയുന്നത്. ആ വീട്ടിലെ പ്രഷർ, ഇത്രയും കാര്യങ്ങൾ ഞാൻ കാണുന്ന ഒരാളായിരുന്നു. അപ്പോൾ നോർമലി വീണ്ടും ഒരാൾ പെട്ടു പോവും എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എനിക്ക് ഈ കാര്യം ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനുഷ്യന്മാരാരായാലും ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അറ്റ് ദി എൻഡ് പറ്റിച്ച് ജീവിക്കുന്നവന്മാരും ഇനിയും പറ്റിക്കും, അവന്മാർ നല്ല രീതിയിൽ ജീവിക്കും. ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തും എന്നിട്ട് അടിച്ചിടുന്നൊക്കെ പറയും. അതൊക്കെ ചുമ്മാതെയാണ്. ദുഷ്ടന്മാർ ഈ പന പോലെ വളർന്നു പോവും, പെടാളവന്മാരെ പെട്ടുകൊണ്ടിരിക്കും. ഈ ലോകം ഇങ്ങനെയാണ്. തിരിച്ചറിയാൻ പറ്റുന്നവർ തിരിച്ചറിയും, രക്ഷപ്പെടുന്നവർ രക്ഷപ്പെടും. അത്രയേ ഉള്ളൂ കാര്യം. പറ്റിക്കുന്നവരെ ഇനിയും പറ്റിക്കും, പറ്റിക്കപ്പെടേണ്ടവർ ഇനിയും പറ്റിക്കപ്പെടും. അതാണ് സത്യാവസ്ഥ. എന്നാ സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാക്കുമോ, അന്ന് ഈ നാട്ടിലുള്ള ഒരുവിധ എല്ലാ ആൾക്കാരും രക്ഷപ്പെടും. ഒരു അപ്പോളജിയാണ്. സോറി, എൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റി. എന്താണ് അത്? ഒരു ചെറിയ തെറ്റല്ല, ഒരു വലിയ തെറ്റ് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വർക്ക് വിസയുടെ വീഡിയോ ഇട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഇവിടെ പഠിക്കുന്നൊരു പുള്ളിക്കാരൻ, MBBS പഠിക്കുന്നൊരു പുള്ളിക്കാരൻ്റെ ആ ബ്രദറിൻ്റെ വീട്ടുകാരല്ല സത്യം പറഞ്ഞാൽ ആ ഒരു ഫ്രസ്ട്രേഷനിൽ ഞാൻ പറഞ്ഞതാണ്. എക്സാക്ട്ലി പറയുവാണെങ്കിൽ പുള്ളിക്കാരൻ്റെ വീട്ടുകാരെ പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇനി ഉള്ള കാര്യം പറഞ്ഞുതരാം. പുള്ളിക്കാരൻ എന്നെ കോണ്ടാക്ട് ചെയ്തു. പുള്ളിക്കാരൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ പുള്ളിക്കാരൻ മാന്യമായിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ അതിന് ഞാൻ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരാൾ മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ അത് നമ്മൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യണം.